Allah 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 Yes. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എൻ്റെ സലാം അടക്കാത്തതാരും? സലാം അടക്കിയേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. എങ്ങനെ സലാം അടക്കുന്നത്? വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ. ഇങ്ങനെ സലാം അടക്കണം കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും സുഖമാണോ? ഇപ്പോൾ എല്ലാവരും വീട്ടിലല്ലേ? മദ്രസയിലൊന്നും വരാൻ പറ്റുന്നില്ല, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, കളിക്കാൻ പുറത്ത് പോകാൻ പറ്റുന്നില്ല. ഇപ്പോൾ എല്ലാവരും വീടിനകത്താണ്. അപ്പം നമുക്ക് ഈ അസുഖം മാറുന്നത് വരെ, എന്താ അസുഖം? എന്തോ ഒരു വൈറസ് അല്ലേ, എന്തോ ഒരു സാധനം, ഒരു അസുഖം. എന്താ അസുഖത്തിൻ്റെ പേരെന്താ? എന്താ വൈറസിൻ്റെ പേര്? ഒരു വൈറസ്, കൊറോണ എന്ന് പറഞ്ഞൊരു വൈറസ് വന്നിട്ട് ആൾക്കാർക്കൊക്കെ രോഗമായിട്ട് പുറത്തിറങ്ങാൻ വയ്യ. അപ്പം നമുക്ക് ഈ വർഷം ഈ അസുഖമൊക്കെ മാറിപ്പോകുന്നത് വരെ വീട്ടിലിരുന്ന് പഠിക്കാം. അപ്പോൾ എല്ലാവരും ഇൻഷാ അല്ലാഹ് വീട്ടിൽ ഇരുന്ന് പഠിക്കണം കേട്ടോ. ദുആ ഇറക്കണം അള്ളാഹുവിനോട്. അള്ളാഹുവേ റഹ്മാനേ, പെട്ടെന്ന് ഈ അസുഖം മാറ്റിത്തരണേ അല്ലാ. കാരണം കുഞ്ഞു മക്കളുടെ ദുആ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ മക്കളും പ്രായമുള്ള ആൾക്കാർ, വയസ്സായ ആൾക്കാർ, താടിയൊക്കെ നരച്ച് തലയൊക്കെ നരച്ച് പ്രായമുള്ള ആൾക്കാരുണ്ടല്ലോ, ഉമ്മാമ്മമാർ, തലയൊക്കെ നരച്ച് ഉമ്മാമ്മമാർ, താടിയൊക്കെ നരച്ച് ഉപ്പാപ്പന്മാർ, അങ്ങനെ പ്രായമുള്ള ആളുകൾ, അതേപോലെ കുഞ്ഞു മക്കൾ, ഇവരുടെയൊക്കെ പ്രാർത്ഥന അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും. അപ്പം നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാരക്കണം. അള്ളാഹുവേ ഈ അസുഖം വേഗം മാറ്റിത്തരണേ അല്ലാ. ദ്വാരക്കോ എല്ലാവരും ഇൻഷാ അല്ലാഹ് ദ്വാ ചെയ്യണം. ഉപ്പയ്ക്ക് വേണ്ടി, വാപ്പയ്ക്ക് വേണ്ടി ദ്വാരക്കണം, ഉമ്മയ്ക്ക് വേണ്ടി ദ്വാരക്കണം, ഉസ്താദിന് വേണ്ടി ദ്വാരക്കണം. എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ദ്വാ ചെയ്യണം കേട്ടോ. അള്ളാഹു താല സ്വീകരിക്കട്ടെ. അപ്പം നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ വർഷത്തെ ക്ലാസ് തുടങ്ങുകയാണ്. കഴിഞ്ഞ വർഷം UKG കിതാബിൽ, ആ കിതാബ് ഓർമ്മയുണ്ടോ? UKG കിതാബ്, ആ കിതാബിനകത്ത് 16 അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പഴയ കിതാബുണ്ടെങ്കിൽ ഒന്ന് എടുത്തു വെച്ച് അതിൻ്റെ ഓരോ പാഠങ്ങളൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് ഈ വർഷം നമ്മളതിൻ്റെ ബാക്കി അക്ഷരങ്ങൾ പഠിക്കാൻ പോവുകയാണ്. 2 വർഷം കൊണ്ടാണ് നിങ്ങൾ 28 അല്ലെങ്കിൽ 29 അക്ഷരം 2 വർഷം കൊണ്ടാണ് പഠിക്കുന്നത്. ഇപ്പോൾ സമയമുണ്ട്. തുടങ്ങിയാലോ നമുക്ക്? എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്, സ്റ്റാൻഡപ്പ്, ഖിയാം. ഒന്ന് എഴുന്നേറ്റ് എല്ലാവരും. കൈ ഒന്ന് പൊക്കൂ, കൈ പൊക്കിയേ. ഇങ്ങനെ 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 2 കൈയും പൊക്ക്. ഇനി കൈതാത്തത്, ഒരു കൈ ഒന്ന് പൊക്കിയേ. പൊക്കിയോ? ഇനി കൈതാത്തത്. ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാവരും ഉഷാറാണ്. അല്ല, ചായ കുടിച്ചോ? രാവിലെ ചായ കുടിച്ചോ? ചായക്ക് എന്തായിരുന്നു രാവിലെ? കാപ്പി എന്തായിരുന്നു? അപ്പമായിരുന്നു, പുട്ടായിരുന്നു? അതോ അപ്പവും പുട്ടും ഉണ്ടാക്കിയോ? ബറോട്ടായോ? ഈ രാവിലെ നീ ബറോട്ട എവിടെ നിന്ന് കിട്ടി? ഇന്നലെ വാങ്ങിച്ചു വെച്ച ബറോട്ട രാവിലെ ഇഡ്ഡലി കുട്ടകത്തിനകത്ത് വെച്ച് ചൂടാക്കിയല്ലേ? കൊള്ളാം, കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചല്ലോ, ഉഷാറാണല്ലോ. അപ്പോൾ നമുക്ക് പുതിയ ക്ലാസ് തുടങ്ങാം. 2-3 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ നാട്ടിൽ, വീട്ടിൽ, പറമ്പിലൊക്കെ ധാരാളമായിട്ട് കാണുന്ന ഒരു പഴം ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമാണ് അത്, ചിലർക്കൊന്നും ഇഷ്ടമല്ല. അത് നമ്മൾ വെട്ടിയെടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ്, എന്നിട്ടോ അതിൻ്റെ പഴം നമ്മൾ തിന്നും. അങ്ങനത്തെ ഒരു പഴം ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ അത്? പറയൂ, എന്താ അത്? നമ്മളത് വെച്ച് തോരനുണ്ടാക്കും, അവിയലുണ്ടാക്കും, പായസം ഉണ്ടാക്കും അത് വെച്ച്. അങ്ങനെ ഒരുപാട് സംഭവം അത് വെച്ച് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ തൊലി അവസാനം ഞുണ്ണമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പശുവിനിട്ട് കൊടുക്കും. എന്താ അത്? ഞാൻ ഇവിടെ ബോർഡിൽ എഴുതട്ടെ അത് എന്താണെന്ന്? നിങ്ങൾക്കെല്ലാം അറിയാം. അതിൻ്റെ പേരാണ് ചക്ക. ചക്ക കണ്ടിട്ടുണ്ടോ? ചക്ക കണ്ടിട്ടുണ്ടോ? ഈ ചക്കയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ചക്കയ്ക്കൊരു പ്രത്യേകതയുണ്ട്.
നമ്മൾ താമസിക്കുന്ന സംസ്ഥാനത്തിൻ്റെ പേരെന്താ? എന്താണ്? കേരളം അല്ലേ? ഇന്ത്യയിൽപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം. ഈ കേരള സംസ്ഥാനത്തിൻ്റെ നമ്മുടെ നാടിൻ്റെ ദേശീയ പഴമാണ് എന്ത്? ചക്ക. ഇതിന് ഇംഗ്ലീഷിൽ എന്ത് പറയും അറിയോ? ഇംഗ്ലീഷിലറിയോ? പഠിക്കുക, അതും കൂടെ മനസ്സിലായിരിക്കട്ടെ. എന്താ ഇംഗ്ലീഷിൽ പറയുക? ജാക്ക് ഫ്രൂട്ട്. എന്താ ചക്കയ്ക്ക് പറയുന്നത്? ജാക്ക് ഫ്രൂട്ട് എന്ന് ചക്കയ്ക്ക് പറയും. കക്ക ഇംഗ്ലീഷൊക്കെ അറിയാമായിരിക്കും അല്ലേ? ചക്കയ്ക്ക് എന്ത് പറയും? ഉണ്ടാ ചക്കയ്ക്ക് ഇംഗ്ലീഷിൽ ജാക്ക് ഫ്രൂട്ട് എന്ന് പറയും. ഈ ചക്കയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്കറിയാം ചക്ക, അതിൻ്റെ ഇംഗ്ലീഷ് നമുക്കൊക്കെ അറിയാം, സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ജാക്ക് ഫ്രൂട്ട്. ഇനി അറബിയിൽ, നമ്മുടെ ഭാഷ അറബി ഭാഷയല്ലേ, സ്വർഗത്തിലെ ഭാഷ, ഖുർആനിൻ്റെ ഭാഷ. ആ അറബിയിൽ ചക്കയ്ക്ക് പറയുന്നത് എന്താണ്? പഠിച്ചാലോ? ഉസ്താദ് ബോർഡിൽ എഴുതട്ടെ, നോക്കൂ എല്ലാവരും. കൂട്ടുപാടരുത്, ശ്രദ്ധിച്ചിരിക്കണം. ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടെങ്കിൽ പറയണം, ഉസ്താദ് പാട്ട് പാടിത്തരാം. പാട്ട് കേട്ടാൽ വീണ്ടും ഉറങ്ങി പോകല്ലേ? കുഴപ്പമില്ല, നമുക്ക് ഇൻഷാ അല്ലാഹ് പഠിക്കാം. ചക്കയ്ക്ക് എന്താ പറയുക? നോക്കണേ, ഉസ്താദ് എഴുതാൻ പോണേ. ചക്കയ്ക്ക് അറബിയിൽ പറയുന്ന പേരാണ്, ശ്രദ്ധിച്ചോണേ, ഫനസുൻ. ചക്കയ്ക്ക് എന്താ പറയുക? ഫനസുൻ. ഇതാണ് ചക്കയ്ക്ക് പറയുന്ന പേര്. മനസ്സിലായോ? അപ്പോൾ ഇനി ചക്ക കാണുമ്പോൾ എന്ത് പറയണം? ഹായ് ഫനസുൻ. ഇപ്പോൾ ഉമ്മാടേക്ക് വാപ്പാടേക്കും വേണം, ഉമ്മ നമ്മുടെ വീട്ടിൽ ഫനസുനുണ്ടോ? അപ്പോൾ അവർ ചോദിക്കും, അതെന്തോടാ ഫനസുൻ? അനസെന്ന് കേട്ടിട്ടുണ്ട്, ഇതെന്താ ഫനസ്? അനസല്ലുമ്മ, ഫനസ്. ഫനസ് എന്ന് വെച്ചാൽ ചക്ക. അപ്പോൾ ഈ വാക്ക് മറക്കുമോ? അപ്പോൾ ചക്കയ്ക്ക് അറബിയിൽ പറയുന്ന പേരാണ് ഫനസുൻ. ഓക്കെ അല്ലേ? നമുക്ക് ഈ ഫനസുൻ എന്ന വാക്കിൽ നിന്നും പുതിയ ഒരക്ഷരം പഠിക്കാനുണ്ട്. ആ അക്ഷരമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ചക്ക, അതിന് അറബിയിൽ പറയുന്ന പേര് പഠിച്ചു. ഇനി ചക്കയ്ക്കകത്തുള്ളൊരു അക്ഷരമുണ്ട്, ചക്കയ്ക്കകത്ത് ചുളയുണ്ട്. പക്ഷേ ഈ ഫനസുൻ എന്നും അതിനകത്തൊരു പുതിയ അക്ഷരം നമ്മൾ പഠിക്കാൻ പോവാണ്. ഏതാ അക്ഷരം? അതാണ്ട് ഈ അക്ഷരം. ഈ അക്ഷരം നമുക്കൊന്ന് പൊക്കിയെടുത്താലോ? ഇവിടെ വാ, പൊക്കിയെടുക്ക്. കിട്ടി, കണ്ട? ഈ അക്ഷരം നമ്മളിങ്ങനെ മാറ്റി എഴുതാൻ പോവാണ്. ഈ അക്ഷരമാണ് എന്ത്? പുതിയ അക്ഷരം, നമ്മൾ പഠിക്കുന്ന അക്ഷരം. ഈ വർഷം പഠിക്കുന്ന ഫസ്റ്റ് അക്ഷരമാണ് എന്ത്? ഫ. എന്തായത്? ഫ അല്ലേ? ഫ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചില്ല, ഈ വർഷം നമ്മൾ പഠിക്കുകയാണ്. പുതിയ അക്ഷരത്തിൻ്റെ പേരെന്താണ്? ഫ. ഫാഇന് ഫത്തഹ് ഇടുമ്പോൾ എന്ത് വായിക്കും? ഫത്തഹ്. ഫാഇന് ഫത്തഹ്, ഫ. മനസ്സിലായോ? ഇനി നമുക്ക് ഈ ഫാഇന് കസറിടാം. കസർ, ഫ ഇട്ടിട്ട് കസറിടുമ്പോൾ എന്ത് വായിക്കും? ഫി ഇല്ലേ? ഫാഇന് ഫത്തഹ് ഫ, ഫാഇന് കസർ ഫി. ഇനി നമുക്ക് ഈ ഫാഇന് ലമ്മിടാം. നോക്കണേ, ഫാഇന് ലമ്മ് ഫു ഇല്ലേ? ഫാഇന് ഫത്തഹ് ഫ, ഫാഇന് കസർ ഫി, ഫാഇന് ലമ്മ് ഫു. ഇനി നമുക്ക് ഫാഇന് സുക്കൂൻ ഇട്ടാലോ? ഫാഇന് സുക്കൂൻ, ഒരു 0 സുക്കൂൻ ഇടുമ്പം ഫ് എന്ന് വായിക്കും. ഇത്രയും മനസ്സിലായല്ലോ? ഇനി നമ്മൾ ഫാഇൻ്റെ അടുത്ത ഉപയോഗം പഠിക്കാൻ പോവാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ കേട്ടോ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഫത്തഹും കസറും ലമ്മും സുക്കൂനും ഒക്കെ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് ഉസ്താദ് അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാം അറിയാം, ബുദ്ധിയുള്ള പിള്ളേരല്ലേ, കുട്ടികളല്ലേ, എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ഇനി നമ്മൾ ഫാ എന്ന് പറയണം ഇല്ലേ? ഫാ എന്ന് പറയണം. അതിനെന്താ നമ്മൾ ചെയ്യുന്നത്? ആദ്യം ഫാ എഴുതി ഇല്ലേ? ഫാ എഴുതി, പിന്നെ ഫാഇന് ഫത്തഹ് ഇട്ട്. നമുക്കറിയാം, ഫത്തഹ് വന്നാൽ ഫത്തഹിനെ നീട്ടാൻ വേണ്ടി എന്താ ഉപയോഗിക്കുന്നത്? നീട്ടി പറയാൻ വേണ്ടി ഫാ അല്ലെങ്കിൽ ഫീ അല്ലെങ്കിൽ ഫൂ, ഇങ്ങനെ നീട്ടി പറയണ്ടേ?
നീട്ടി പറയാൻ 3 അക്ഷരങ്ങളാണ് ഉപയോഗിക്കുന്നത്. 3 അക്ഷരങ്ങൾ, നീട്ടാനുള്ള അക്ഷരങ്ങൾ 3 എണ്ണമാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ബോറടിക്കണം, പറയണം. 3 അക്ഷരങ്ങൾ. ഏതൊക്കെ അക്ഷരങ്ങൾ? നീട്ടാനുള്ള അക്ഷരങ്ങൾ. ഒന്ന് ഉസ്താദ് മുകളിൽ എഴുതാം. നമ്മൾ നോക്കണേ. ഒന്നാമത്തെ അക്ഷരമാണ് അലിഫ്. രണ്ടാമത്തെ അക്ഷരമാണ് യാ. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത്. മൂന്നാമത്തെ അക്ഷരമാണ് വാവ്. ഈ 3 അക്ഷരങ്ങളാണ് നീട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടോ? എങ്കിൽ ഫത്തഹ് വന്നു കഴിഞ്ഞാൽ ഫത്തഹിനെ നീട്ടാൻ ഫ, അല്ലെങ്കിലോ ഇപ്പം മീമ്, ഇപ്പം നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച അക്ഷരമാണ് വാവ്. വാവിനെ നീട്ടണം. വാ, ഫത്തഹ്, വാ എന്ന് പറയണം. അപ്പോൾ ഫത്തഹാണല്ലോ വാവിന്. വാവിന് ഫത്തഹാണല്ലോ. വാവിന് ഫത്തഹ്. ഇത് വാ. നമുക്ക് വാ എന്ന് പറയണം ഇല്ലേ? നമ്മുടെ കൂട്ടുകാരന്മാരാരെങ്കിലും വന്ന് വീട്ടിലോട്ട്, അല്ലെ കൂട്ടുകാർ വന്ന് ഇനി കയറി വാ പറയത്തില്ലേ? അപ്പോൾ വാ എന്ന് പറയണം. ഫത്തഹിനെ നീട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്താണ്? അലിഫ്. കണ്ട, അലിഫ്. ഇപ്പോൾ എന്ത് പറയും? ഫാ. ഇനി ഫാന് കസർ വരികയാ, ഫി. നമുക്ക് ഫീ എന്ന് പറയണം. അപ്പോൾ അലിഫ് എടുത്ത് എഴുതാൻ പറ്റുമോ? ഇല്ല. കസറിനെ നീട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് യാ. കണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ? യാ. അപ്പോൾ എന്ത് പറയും? ഫീ. ഇനി വാവിന് ലമ്മ് വന്നു. ലമ്മ്, ഫു, ഫൂ എന്ന് പറയണം. വാവിന് ലമ്മ് വന്നു. ഫൂ എന്ന് പറയണം. അതിനെന്താ ഉപയോഗിക്കുന്നത്? വാവ്. കണ്ടോ? നമുക്കൊരു പാട്ട് പഠിച്ചാലോ? റെഡിയാണോ? ഉസ്താദ് പാടുമ്പോൾ കൂടെ പാടുമോ? എങ്കിലൊന്ന് എഴുന്നേറ്റ് എല്ലാവരും. എഴുന്നേക്കൂ. പാടട്ടെ ഉസ്താദ്. ഫത്തഹിനെ നീട്ടാൻ അലിഫാണേ. എങ്ങനെ? ഫത്തഹിനെ നീട്ടാൻ അലിഫാണേ, കസറിനെ നീട്ടാൻ യാ ആണേ, ലമ്മിനെ നീട്ടാൻ വാവാണേ, സുക്കൂൻ. നമ്മുടെ സുക്കൂനെ നീട്ടുമോ? ഇല്ല. സുക്കൂനാളൊരു പാവമാ. പാവം. സുക്കൂനെ നീട്ടാൻ വേണ്ടി ആരും വരത്തില്ല. സുക്കൂനെ നീട്ടത്തുമില്ല. ഈ പാട്ട് പഠിക്കണം കേട്ടോ, മറക്കല്ലേ. ഒന്ന് പഠിക്കേ. ഫത്തഹിനെ നീട്ടാൻ അലിഫാണേ, കസറിനെ നീട്ടാൻ യാ ആണേ, ലമ്മിനെ നീട്ടാൻ വാവാണേ, സുക്കൂനാളൊരു പാവമാ. പാട്ട് കൊള്ളാവോ? എല്ലാവരും പഠിക്കണം ഈ പാട്ട് കേട്ടോ. അപ്പം നമ്മളിനി ഇവിടെ പഠിച്ചതിൻ്റെ കാര്യങ്ങൾ പൂർത്തിയാക്കുകയാണ്. എന്താ നമ്മൾ പറഞ്ഞത്? ഫാ. അപ്പോൾ ഫാ പഠിച്ചു, ഫീ പഠിച്ചു, ഫൂ പഠിച്ച്, ഫൂ പഠിച്ച്. ഫാ എന്ന് നീട്ടാൻ അലിഫ് വന്നു, ഫീ എന്ന് നീട്ടാൻ യാ വന്നു, ഫൂ എന്ന് നീട്ടാൻ വാവ് വന്നു. നമുക്കിതിനൊന്ന് ചേർത്തെഴുതിയാലോ? ചേർത്തെഴുതാം. എങ്ങനെ ചേർത്തെഴുതുന്നത്? ഉസ്താദ് ഒന്ന് മായ്ക്കട്ടെ. താഴെ കിടക്കുന്നൊന്ന് മായ്ച്ചോളേ അല്ലേ? ഇതിപ്പം വേണ്ട, മായ്ച്ചേ. ഉസ്താദ് എഴുതാൻ പോകുന്നു. നോക്കണേ, ശ്രദ്ധിച്ച് നോക്കണേ. നമ്മളിവിടെ ഫാ എന്നെഴുതി രണ്ടും രണ്ടിടത്ത് കിടക്കുക, പിണങ്ങി നിൽക്കുക. രണ്ടും രണ്ടിടത്ത് പിണങ്ങി നിൽക്കുക. അപ്പം നമുക്ക് ഫാ എന്നെഴുതാം, നീട്ടി ചേർത്തെഴുതാം. വേണ്ടേ? ഫാ ഇനെ കൊണ്ടുവന്നിട്ട് അലിഫിനെ അങ്ങ് എടുത്ത് നേരെ അങ്ങ് ഇടുക. കണ്ടാ? ഇതുണ്ട്. അപ്പം ഫാ. രണ്ടും നമ്മൾ കൂട്ടുകാരന്മാർ ചേർന്ന് കസേരയ്ക്കകത്തിരിക്കുന്ന പോലെ ചേർന്ന്, ഒരു കസേരയ്ക്കകത്ത് രണ്ടുപേരെ കയറി ഇരിക്കത്തില്ലേ? അതേപോലെ ഫാവും അലിഫും കൂടെ ചേർന്നപ്പം ഫാ. ഇനി യാ ഇനെ കസറുമായിട്ട് ചേർക്കാം. കണ്ടാ? ഫാ എഴുതിയിട്ട് യാ ചേർത്ത് എഴുതുക. കണ്ടോ? ഇങ്ങനെ. അപ്പോൾ എന്ത് വായിക്കത്? ഫീ. ഇനി ലമ്മിനെ വാവുമായിട്ട് ചേർത്ത് എഴുതിയാലോ? നോക്കണേ. ഫാ എഴുതിയിട്ട് വാവും കൂടെ ചേർത്ത് എഴുതുക. ഇപ്പം എന്ത് വായിക്കും? ഫൂ. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലായോ? ഇനി എല്ലാവരും നോട്ട് ബുക്ക് എടുത്തേ. നോട്ട് ബുക്ക് നേരത്തെ എടുത്ത് വെച്ചേക്കാണോ? എങ്കിൽ നിങ്ങളുടെ നോട്ട് ബുക്കിനകത്ത് ഉസ്താദ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ബുക്കിലുണ്ട്, കിതാബിലുണ്ട്. കണ്ടോ? നിങ്ങളുടെ കിതാബ് കണ്ടോ? ഈ കിതാബിനകത്ത് കണ്ടോ? ഫസ്റ്റ് പാഠം ഫനസുൻ, ചക്ക. കണ്ടാ? അവിടെ ഫാ എഴുതിയിട്ടുണ്ട്, ഫീ എഴുതിയിട്ടുണ്ട്, ഫൂ എഴുതിയിട്ടുണ്ട്,
പിന്നെ ഫ, ഫീ, ഫൂ, ഇത്രയും കണ്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയും പഠിച്ചാൽ മതി. ഇതിനിപ്പുറത്ത് വേറെ സംഭവം കിടപ്പുണ്ട്, അത് നമുക്ക് നാളെ പഠിക്കാം. എല്ലാം കൂടെ പഠിച്ചാൽ മറന്നു പോകില്ലേ, നമുക്ക് നാളെ പഠിക്കാതെ ഇത് ഇത്ര നാളെ പഠിക്കാം. ഇത്രയും നമ്മൾ ഇന്ന് പഠിച്ചു. ഇനി ഇതിനകത്ത് കുറേ വാക്കുകൾ പഠിക്കാനുണ്ട്, ഇതൊക്കെ നമുക്ക് നാളെ പഠിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും 4 ലൈൻ ബുക്ക് എടുത്തിട്ട് ആ 4 ലൈൻ ബുക്കിനകത്ത് 4 വരയുണ്ടല്ലോ, ആ 4 ലൈൻ ബുക്കിനകത്ത് ഉസ്താദ് വായിക്കുകയാണേ, വായിച്ചു കളയാണേ. ഇനി നിങ്ങൾ നോട്ട് ബുക്ക് എടുത്തേ. 4 ലൈൻ ബുക്കിനകത്ത് 4 വരയുണ്ട് അല്ലേ. 1 2 3 4. നിങ്ങൾ വര എഴുതണ്ട, നിങ്ങളുടെ ബുക്കിൽ വരയുണ്ട്. ഇതിനകത്ത് നമുക്ക് എഴുതാം. നോക്കണേ, ആദ്യം എഴുതണം, നടുക്ക് എഴുതണം. നടുക്ക് ഇവിടെ ഇതുണ്ട, ഇവിടെ എഴുതണം കണ്ട. എന്നിട്ട് ഫത്ത ഇടുക, ഫ. എന്നിട്ട് ഇവിടെ എന്താ, ഫി. അടുത്തത് ഫു. അടുത്തത് ഫു. ഇത് നടുക്ക് വരണം കേട്ടോ, മുകളിൽ എഴുതരുത്, താഴെ എഴുതരുത്, ഇത്രയും നടുക്ക് വരണം. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇവിടെ വര തീർന്നു പോയി. പുസ്തകം ഇച്ചിരി വലിച്ച് നീട്ടുവാണേ ഇങ്ങോട്ട് കേട്ടാ, കുറച്ചും കൂടെ നീക്കുകയാണേ. നമുക്ക് ബാക്കി കൂടെ എഴുതണ്ടേ. നോക്കൂ നോക്കൂ, ഇനി നമുക്ക് ഫാന്ന് എഴുതാം. എന്താ, ഫാ. അപ്പം മുകളോട്ട് അലിഫ് എഴുതുമ്പോൾ നമ്മൾ മുകളോട്ട് കയറണം. ഇതുവരെ നമ്മൾ ഇത്രയും നിന്നുള്ളൂ, പക്ഷേ അലിഫ് എഴുതുമ്പോൾ മുകളോട്ട് കയറണം. കണ്ട, ഫാ. ഇനിയോ, യാ എഴുതുമ്പം താഴോട്ടിറങ്ങണം. അല്ല, യാ എഴുതുമ്പം താഴോട്ടിറങ്ങണം. കണ്ടോ, ഫീ. വാവ് എഴുതുമ്പോഴോ അത് ശ്രദ്ധിക്കണേ. നോക്കണേ, ഫാ എഴുതിയിട്ട് വാവും കൂടെ ചേർത്ത് വാവിൻ്റെ താഴോട്ടിങ്ങനെ നടക്കണം. കണ്ടോ, ഫൂ. അപ്പോൾ ഇത്രയും ഇതുപോലെ ഉസ്താദ് എഴുതി തന്നതുപോലെ നിങ്ങളുടെ 4 ലൈൻ ബുക്കിനകത്ത് എഴുതുക. ഫ, ഫി, ഫ ഇന് ഫതഹ് ഫ, ഫ ഇന് കസർ ഫി, ഫ ഇന് ലമ്മ് ഫു, ഫ ഇന് സുക്കൂൻ ഫ്, ഫ, ഫി, ഫു. ഇത്രയും അക്ഷരങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ 4 ലൈൻ ബുക്കിനകത്ത് ഏറ്റവും മുകളിൽ ഒന്നെങ്കിൽ ഉമ്മയെ കൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് മുകളിൽ അവരെ കൊണ്ട് പേന കൊണ്ട് എഴുതിക്കുക. എന്നിട്ട് അതിൻ്റെ താഴെ നിങ്ങൾ ഇൻഷാ അല്ലാഹ് താഴോട്ടിങ്ങനെ എഴുതിയിട്ട് ഒരു ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ട് തരണം. അപ്പം അത് ഉസ്താദ് നോക്കിയിട്ട് മാർക്കിടും. എത്ര മാർക്ക് വേണം? 100-ൽ എത്ര മാർക്ക് വേണം? 2 മാർക്കോ? അല്ല, 100-ൽ 100 മാർക്ക് വേണം. ഗുഡൊക്കെ വേണം, ഗുഡ് ശരിയൊക്കെ ഇട്ട് ഗുഡൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഇത് നോക്കിയിട്ട് നിങ്ങൾ ബുക്കിലെഴുതി ഫോട്ടോ എടുത്ത് ഉസ്താദിന് ഇട്ട് തരണം. എന്നിട്ട് ഞാനത് നോക്കും. എല്ലാവരും നല്ലൊരു പഠിക്കില്ലേ? അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ ഇതിൻ്റെ ബാക്കി പഠിക്കാം. അല്ലാഹു തആല തൗഫീക്ക് ചെയ്യട്ടെ. എല്ലാവരും എഴുന്നേറ്റ് ഖിയാം സ്വലാത്ത് ചൊല്ലൂ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. സലാം പറയട്ടെ ഉസ്താദ്, സലാം അടക്കൂ. റെഡി ആയിക്കോ, സലാം അടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.